ഇന്ന് നമ്മുടെ ഹരിതയുടെ ബേബി ഷവറാണ്. അപ്പൊ നമ്മളിന്ന് ഇത് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള എന്താ ഇത് ഓൾറെഡി എക്സ്പീരിയൻസ് ആവാൻ പോണ എന്താ ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഹരിതക്കുട്ടിയുടെ ബേബി ഷവർ പ്രോഗ്രാമാണ് ഇന്നിവിടെ നടത്തുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്ന് ഹരിതയ്ക്ക് കൊടുക്കുന്ന ഒരു സർപ്രൈസൊന്നുമല്ല, അതൊക്കെ ആദ്യമേ നീനു പൊളിച്ചു. മണ്ടത്തരങ്ങൾ കാണിച്ച് നീനു അതെല്ലാം ആദ്യമേ പൊളിച്ചായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഡെക്കറേഷൻസ് എല്ലാം ചെയ്തതിന് ശേഷം ഹരിത വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴുള്ള മീട്ടുവിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മീട്ടു പിന്നെ എവിടെ പോയാലും ഇതുപോലെ ഹാപ്പി ആയിട്ട് ചാടി ഓടി ഇങ്ങനെ നടന്നോളും. ചോട്ടുമാണ് കുറച്ച് നേരമൊക്കെ അവിടെ ഷൈ ആയിട്ടൊക്കെ ഇരുന്നെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചോട്ടുവും സെറ്റായി. ചോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിക്കാനും പിള്ളേരുടെ കൂടെ കളിക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. മിയു ഉണ്ടായിരുന്നു. പക്ഷെ മിയുവിന് ജലദോഷം ആയതുകൊണ്ട് മിയു വലിയ അനക്കമൊന്നും ഇല്ലാതെ മിയു ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്രാവശ്യത്തെ കേക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ ചെറിയൊരു പണി കിട്ടിയായിരുന്നു. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാരണം 1 കിലോ എന്നുള്ള കേക്കിന് നമുക്ക് 1/2 kg കേക്കാണ് അവർ തന്നത്. പിന്നെ നമ്മൾ രണ്ടാമത് വീണ്ടും ഒരു 1/2 kg കേക്കും കൂടി മേടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ കേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് മാത്രം ഒരു ചെറിയൊരു അബദ്ധം പറ്റിയായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ ആൾക്കാർ ഇതാ വരുന്നുണ്ട്. സർപ്രൈസ് ആവുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അവർ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും കണ്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് പ്രോഗ്രാം ഇങ്ങനെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് എന്ന് ഹരിത അറിഞ്ഞായിരുന്നു. എന്തായാലും കേക്ക് കാണുമ്പോൾ ഹരിതയ്ക്ക് ഇഷ്ടപ്പെടും, അത് ഉറപ്പായ ഒരു കാര്യമാണ്. കേക്കിലെ ടോപ്പേഴ്സ് അതെന്തായാലും ഹരിത ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊരു കാര്യം. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സ് നീനുവിനും ഉള്ളതാണ്. നീനുവിൻ്റെ തലയിൽ ഇതൊക്കെ എങ്ങനെ ഉദിച്ചു വന്നോന്ന് അറിഞ്ഞൂടാ. പക്ഷേ എല്ലാം നീനുവിൻ്റെ കലാവിരുതുകളാണ്. കേക്കിൻ്റെ സെലക്ഷനും ടോപ്പറും കാര്യങ്ങളൊക്കെ ആയിരുന്നു നീനുവിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ബാക്കി ഡെക്കറേഷനും പരിപാടിയൊക്കെ അമ്മുവും ചിന്നുവും ചിത്രയും പിന്നെ നമ്മുടെ നീതുവും ചന്തുവും മോനൂട്ടനൊക്കെ കൂടിയാണ് ചെയ്തത്. എൻ്റെ ആകപ്പാടുള്ള പരിപാടി എന്ന് വെച്ചാൽ 2 കേക്കിനെയും കൂടി ഒന്നാക്കുക എന്നുള്ള മാത്രമായിരുന്നു ഞാൻ ചെയ്തത്. എന്തായാലും കേക്കും അതിൻ്റെ ടോപ്പേഴ്സും കാര്യങ്ങളും എല്ലാം ഹരിതയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം, സെയിലറായിരിക്കുമോ അതോ ഒരു ഡാൻസറായിരിക്കുമോ ഇനി വരാൻ പോകുന്നതെന്ന്. 2023 ചോട്ടും എൻ്റെ വയറ്റിലായിരുന്ന സമയത്ത് എനിക്കും ചിന്നുവിനും ഇതുപോലെ അവരൊരു സർപ്രൈസ് തന്നായിരുന്നു. പക്ഷേ അത് നല്ല അടിപൊളി സർപ്രൈസ് ആയിരുന്നു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാത്തൊരു സമയത്ത് കിട്ടിയതായതുകൊണ്ട് അന്ന് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതും എന്നും അവരുടെ ഒരു ഓർമ്മയിൽ എന്നുള്ളൊരു ക്യൂട്ട് മൊമെൻ്റ് ആയിരിക്കും. പക്ഷേ അത് എനിക്ക് വ്ളോഗായി ചെയ്തിടാൻ പറ്റിയതിലും ഞാനൊത്തിരി ഹാപ്പിയാണ്. പക്ഷെ നേരത്തെ ഒരു ലൈറ്റ് കൂടി നല്ലൊരു ഭംഗി വന്നായിരുന്നു. ഇനി എനിക്കും കൂടി അടിപൊളി അടിപൊളി. അങ്ങനെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നമുക്ക് കേക്ക് അങ്ങോട്ട് മുറിക്കുക. ഇവിടെ ഇപ്പോൾ വിഷ്ണുവിൻ്റെ ഒരു കുറവ് മാത്രമാണുള്ളത്. വിഷ്ണുവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ. വിഷ്ണു എന്ന് പറയുന്ന ഹരിതയുടെ ബ്രദറാണ്. അപ്പം വിഷ്ണു ഇപ്പോൾ ജോലിക്ക് പോയേക്കുന്നുണ്ട്. വിഷ്ണു ഇപ്പോൾ എവിടെയില്ല. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട്. മീട്ടുവും ചോട്ടും മിയും എല്ലാവരും ഹാപ്പിയാണ്.
അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ഹരിതയുടെയും കിരണിൻ്റെയും ബേബി ഷവർ ആഘോഷിച്ചു. അപ്പോൾ ഇന്നത്തെ കേക്ക് രണ്ട് സൂപ്പറായിരുന്നു. മേളിൽ വെച്ചേക്കുന്നത് റെഡ് ബീയും താഴത്തത് വൈറ്റ് ഫോറസ്റ്റും ആയിരുന്നു. രണ്ട് നല്ല സൂപ്പർ കേക്കായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കിരണിൻ്റെ അഭിപ്രായം എന്താണെന്ന് കേട്ടാലോ. എല്ലാവരും വന്നത് വളരെ സന്തോഷം. അപ്പോൾ ഇനി കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ വേറെ എന്താ പരിപാടി? ഇനി ഇതൊക്കെ തന്നെ പരിപാടി. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കുറേ നേരം മീട്ടു ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞതിന് ശേഷം മീട്ടു പിന്നെ ഹരിതാൻറ്റീനെയും കിരൺ അങ്കിളിനെയും പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് മീട്ടുവിൻ്റെ പുതിയതായി പഠിച്ച മീട്ടുവിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ പാടി കേൾപ്പിക്കാൻ തുടങ്ങി. പാവം അവരുടെ ഒരു കാര്യം. ഏത് പാട്ടാണ് മീട്ടു ഇരുന്ന് പാടുന്നതെന്നറിയില്ല. എന്തായാലും ഹരിതയായാലും കിരണായാലും നീതുവും അവിടെ ആൻറ്റിമാരും എല്ലാവരും നല്ല കാര്യമായി ശ്രദ്ധിച്ചിരിപ്പുണ്ട്. എന്തോ നല്ല പാട്ടാണ് പാടിയെന്ന് തോന്നുന്നു. അപ്പോൾ ഹരിതയുടെ വീട്ടിൽ തന്നെ നമ്മളിതെല്ലാം സെറ്റ് ചെയ്തത്. അവിടെ നമ്മൾ ഡെക്കർ ചെയ്യുന്ന സമയം കൊണ്ട് ആൻറ്റിയും അങ്കിളും ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇടിയപ്പവും ചിക്കൻ കറിയും പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് അന്നത്തെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതുവരെ ബൈ.